CUB മീഡിയയുടെ വാക്യത്തിന്റെ പൊരുൾ എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്ത കാര്യങ്ങളിൽ ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ. കൂട്ടാഗ്രഹിക്കുന്നവർ, സ്നേഹം ആഗ്രഹിക്കുന്നവർ, സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവർ, പണം, പദവി, ഉയർന്ന നിലവാരമുള്ള ജീവിതം, ഇങ്ങനെ ചെറുതും വലുതുമായ അനേക ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യവുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. സങ്കീർത്തനം 37:4 വാക്യം: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ ഏത് ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ദൈവം സാധിപ്പിച്ചു തരുമെന്നാണോ ഇവിടെ ദാവീദ് ഉദ്ദേശിക്കുന്നത്? സങ്കീർത്തനം 37:4 ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളതും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ ഒരു വാക്യമാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ദൈവം സാധിപ്പിക്കും എന്ന ആ വാക്യം പലപ്പോഴും ആളുകൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും കവിഞ്ഞ് തങ്ങളുടേതായ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കാറുണ്ട്. ഏത് കാര്യവും ദൈവം സാധിച്ചു തരും എന്ന ചിന്ത നിരവധി ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയാറുമുണ്ട്. പക്ഷെ അത് ആ വാക്യത്തോട് നീതി പുലർത്തുന്ന ഒരു ആശയമേ അല്ല. ദൈവം എപ്പോഴും എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനല്ല. കാരണം ബൈബിളിൽ തന്നെ നമുക്കറിയാം, പലരുടെ ആഗ്രഹങ്ങളെ ദൈവം നിരസിച്ചിട്ടുണ്ട്. ഉത്തമമായ ഉദാഹരണം, മോശ കനാനിൽ പ്രവേശിക്കാൻ വളരെ ആഗ്രഹത്തോടെ ദൈവത്തോട് കെഞ്ചുന്നുണ്ട്. ദൈവം അനുവദിച്ചില്ല. അതുപോലെ ഏലിയാവ് മരിക്കാൻ ആഗ്രഹിക്കുന്നു. മതി, ഇനി ജീവൻ അവസാനിക്കട്ടെ. ദൈവം അനുവദിച്ചില്ല. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കുമെന്ന് പറയാനാവില്ല. ശബരി മക്കളുടെ അമ്മ യേശുവിൻ്റെ അടുക്ക് വന്ന് പറയുന്നു, എൻ്റെ 2 മക്കൾക്കും നിന്റെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ട് വരം കൊടുക്കണം. യേശു അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. യേശു മരിക്കരുതെന്ന് പത്രോസ് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ പ്രതികരണം, സാത്താനെ എന്നെ വിട്ടു പോ എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ വേദപുസ്തകത്തെ ശ്രദ്ധിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. സ്വന്തം ജീവിതത്തിൻ്റെ വലിയൊരു ദുഃഖം മറക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. 3 വട്ടം അപേക്ഷിച്ചു, ദൈവം അനുവദിച്ചില്ല. ദൈവം പറഞ്ഞു, അത് മാറ്റുന്നില്ല, ആ ദുഃഖം നിന്റെ കൂടെ ഉണ്ടാകട്ടെ. അപ്പം ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ ബാലൻസ്ഡായിട്ട് കിടക്കുമ്പോൾ എന്തുകൊണ്ടോ അതിനെ മറികടന്നാണ് ഈ വാക്യത്തെ ഈ രീതിയിൽ ആളുകൾ കാണുന്നത്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് 2-3 വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് സദൃശ്യവാക്യം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, 24-ാം വാക്യം 10-ാം അധ്യായത്തിൻ്റെത് 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സദൃശ്യവാക്യം 11:23: നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. സദൃശ്യവാക്യം 10:24: ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ഇവിടെ ആ വാക്യങ്ങൾ വ്യക്തമാക്കുന്നൊരു കാര്യം, നീതിമാന്റെ ആഗ്രഹങ്ങളും ദുഷ്ടന്റെ ആഗ്രഹങ്ങളും രണ്ടും രണ്ടാണ്. ഒരു കോമൺ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ആരുടെ ആഗ്രഹങ്ങളാണ്? നീതിമാന്റെ ആഗ്രഹങ്ങളാണ് ദൈവം സാധിപ്പിക്കുന്നത്. ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ മനുഷ്യൻ എന്ന ഒരു വ്യക്തിയുടെ മനസ്സിലെ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാം എന്ന വാഗ്ദാനമല്ലത്. അത് നീതിമാന്റെ ആഗ്രഹങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് 2 വേദഭാഗങ്ങൾ നോക്കാം. ആദ്യമായി 1 യോഹന്നാൻ 5:15 വാക്യവും യോഹന്നാൻ 15:7 വാക്യവും ദയവായി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നീതിമാന്റെ ആഗ്രഹത്തിന്റെ വ്യത്യാസം മനസ്സിലാവും. 1 യോഹന്നാൻ 5:15
14:15. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. യോഹന്നാന്റെ പുസ്തകം 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ വായിച്ച ഈ 2 വാക്യങ്ങൾ എന്താണ് പറയുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു അവന്റെ ഇഷ്ടപ്രകാരം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. അപ്പോൾ ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ ഇഷ്ടമാണ്. വചനത്തിൽ നിൽക്കുന്നവന്റെയും കർത്താവുമായി അഭേദ്യ ബന്ധമുള്ളവന്റെയും ഇഷ്ടമാണ്. ആ ഇഷ്ടം സാമാന്യ മനുഷ്യന്റെ, ലൗകിക മനുഷ്യന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഈ വാക്യത്തെ ബൈബിളിന്റെ പൊതു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. നിന്റെ എന്താഗ്രഹവും ദൈവം സാധിപ്പിക്കുമെന്ന് പറയരുത്. ദൈവത്തിൽ വസിക്കുന്ന, വചനമുള്ളിലുള്ള, ദൈവ ഇഷ്ടപ്രകാരം യാചിക്കുന്നവന്റെ ആഗ്രഹങ്ങളാണ് ദൈവം സാധിപ്പിക്കുക. അത് മറച്ചു വെച്ചുകൊണ്ട് 37 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ കാണുന്ന കാര്യത്തെ നമ്മൾ ഇങ്ങനെ ജനറലൈസ് ചെയ്താൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മനുഷ്യന്റെ ആഗ്രഹവും മോഹവും രണ്ടാണ്. കർത്താവ് കൊടുത്ത 10 കൽപ്പനകളിൽ 2 കൽപ്പനകൾ നിൽക്കുന്നത് മോഹത്തെ ബേസ് ചെയ്താണ്. മോഹിക്കരുത്, മറ്റൊരാളുടേത് യാതൊന്നും മോഹിക്കരുത്. അപ്പം ആ മോഹിക്കരുത് എന്ന കൽപ്പന ആളുകൾ ആഗ്രഹവുമായി തരം തിരിക്കുന്നതിലാണ് പരാജയം. എന്താണ് മോഹം എന്നുള്ളത്? ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കുന്ന വാക്ക് ലസ്റ്റാണ്. ലസ്റ്റ് എന്ന വാക്ക് ഒന്നിനെക്കുറിച്ചുമുള്ള താല്പര്യങ്ങൾ ദൈവത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല, അതൊരു പാപവുമാണ്. ലസ്റ്റ് അതായത് അതൊരു എടുക്കലാണ്, മറ്റേ ആഗ്രഹവുമായി വ്യത്യസ്തമാണ്. അപഹരിക്കലാണ്. തനിക്ക് അർഹമല്ലാത്ത, തൻ്റേതല്ലാത്ത ഒന്നിനെ അപഹരിക്കുന്നതിനെയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള ആഗ്രഹത്തെയാണ്. എന്നാൽ ആഗ്രഹം, നീതിമാന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരവും ദൈവവചനപ്രകാരവും ദൈവേഷ്ടം അറിഞ്ഞും കണ്ടുപിടിക്കെത്തുന്ന ഒന്നാണ് നീതിമാന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിനെ സാധിപ്പിക്കാമെന്നേ വ്യവസ്ഥയുള്ളൂ. അപ്പൊ നീതിമാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ നീതിമാനും ഒപ്പം തെറ്റായ ആഗ്രഹങ്ങളും, ഒരു സമ്പന്നനാകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായും തെറ്റായ ആഗ്രഹങ്ങൾ നീതിമാനും ഉണ്ടാകാം. മുമ്പേ ചോദിച്ചതുപോലെ തന്നെ അതിസമ്പന്നനാകാൻ ഒരാൾ ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ ആ വചനത്തിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ അവനവന്റെ ആഗ്രഹങ്ങളെ പലപ്പോഴും മുറിക്കേണ്ടി വരും. ഇപ്പൊ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു വാക്യം നോക്കാം നമുക്ക്. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോഴറിയാം ഈ ആഗ്രഹം നീതിമാനുണ്ടായാലുള്ള ഭവിഷ്യത്ത് എന്താണെന്നറിയാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പോൾ നീതിമാനും തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അപ്പൊ നീതിമാൻ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ദൈവം സ്വീകരിക്കൂ. നീതിമാനും തെറ്റായ മോഹങ്ങൾ ഉണ്ടാകാം. അതാണ് ഇവിടെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഒരാൾ സമ്പന്നനാകാൻ ആഗ്രഹിച്ചാൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും, വിശ്വാസം വിട്ടുടന്ന് പോകാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെയും മൂലകാരണമാണ്.
അപ്പൊ നീതിമാന്റെ ആഗ്രഹങ്ങളും എല്ലാം സാധിപ്പിക്കുമെന്നല്ല. നീതിമാന്റെ ആഗ്രഹങ്ങളിൽ വചനത്തിന് ചേരാത്തത്, ദൈവത്തിന് ചേരാത്തതായ കാര്യങ്ങൾ ദൈവം തള്ളിക്കളയുന്നു. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ദൈവം കേൾക്കാത്ത പ്രാർത്ഥനകൾ, മോശയുടെ പ്രാർത്ഥന, ഏലിയാവിൻ്റെ പ്രാർത്ഥന, ശബതി മക്കളുടെ അമ്മയുടെ അപേക്ഷ, പത്രോസിന്റെ ആഗ്രഹം, ഇതൊന്നും ദൈവം സാധിപ്പിച്ചില്ല. അവയെല്ലാം തള്ളിക്കളഞ്ഞു. അപ്പം എത്ര ഭക്തനായാലും നീതിമാനായാലും അവൻ്റെയും ഏതാഗ്രഹത്തെയും സാധിപ്പിക്കുന്നില്ല ദൈവം. അപ്പൊ ആഗ്രഹങ്ങൾക്ക് കൃത്യമായ ഒരു നിർവചനം വേദപുസ്തകത്തിലുണ്ട്. അതിന് അതിരുകളുണ്ട്. അതിന് ദൈവം വെച്ചിരിക്കുന്ന ചില റൈറ്റ് പാതകളുണ്ട്. ആ റൈറ്റ് വേയിലാണെങ്കിൽ മാത്രമേ ദൈവത്തിന് ആൻസർ തരാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം അതിനെ തള്ളിക്കളയുന്നു. അപ്പം അതുകൊണ്ട് 37-ാം സങ്കീർത്തനം 4-ാം വാക്യം നമ്മൾ ഈ വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാനും അതിനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാനും. ഒരു പുനർവായന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലർക്കും ആവശ്യമുണ്ട്. നിരവധി ആളുകൾ നിരാശരായിത്തീരുന്നത് ഈ വാക്യത്തെ തെറ്റായി കാണുന്നത് കൊണ്ടാണ്. എന്തും നടത്തിത്തരുന്നൊരു ദൈവം എന്ന ഒരു ചിന്ത ആളുകളുടെ അകത്ത് കയറുന്നത് കൊണ്ട് പലപ്പോഴും അവർ നിരാശരാകേണ്ടി വരുന്നു. പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാതെ വരുന്നു. അതുകൊണ്ട് ഈ വാക്യത്തെ ദൈവവചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നാം അതിനെ പഠിക്കാനും വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും ജനങ്ങൾക്ക് പങ്കിടാനും ശ്രമിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായും നമ്മൾ അങ്ങനെ വേണം വേദപുസ്തകത്തെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സങ്കീർത്തനം 37-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ പൊരുളും അതിന്റെ അർത്ഥവും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വാക്യവും അതിന്റെ പൊരുളുകളുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും വരെ നന്ദി, നമസ്കാരം.